ഞാൻ കണ്ടില്ല, കുറച്ച് സീനൊക്കെ കണ്ടുള്ളത്. അതൊന്നും കാണാൻ എന്താ ആവശ്യമുള്ളതായിട്ട് തോന്നി. പന്നപ്പടം പൊതുവെ ഏറ്റവും വലിയ ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമല്ല ലാലേട്ടന്റെ ഒരു അതായത് ബാലിവൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയലില് ഒരു കോമാളിതരം ഉണ്ടല്ലോ, ആ കോമാളിതരം പുലിമുരുകൻ കാണിക്കുന്ന പടമൊക്കെ പോയി കാണുമായിരുന്നു. മൂക്കളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു മായാവിയുടെ പുസ്തകം ഇരുന്ന് നമ്മൾ വായിക്കുന്നത് സ്ക്രീനിൽ കാണും. മോഹൻലാലൊക്കെ ഞാൻ പറയുന്നത് അതിലെ പുലി ഓടുന്നവരെ കുഴപ്പമില്ല. ഇപ്പൊ വീട്ടു രംഗങ്ങൾ, പിന്നെ മോഹൻലാൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും പണിയാണ്, പന്ന പടവാടാ ഇതൊക്കെ. ഈ തടിയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ അത്രേ കണ്ടുള്ളൂ. പിന്നെ ഉള്ള കണ്ടതാണെന്നറിയോ, അയ്യോ മോഹൻലാൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് വരും. മോഹൻലാൽ ഇങ്ങനെ 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 വന്നിട്ട് ഒരുത്തന്നെ ദേഹത്ത് ചവിട്ടും. പറയട്ടെ, അതായത് ഓൾറെഡി ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള നടൻ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ സ്ഥാനത്ത് മോഹൻലാൽ അല്ലാതെ വേറെ സന്തോഷ് പണ്ഡിറ്റാണല്ലോ നമുക്ക് കാണിക്കുന്ന സീന് നല്ല കോമഡിയാണ്. തിയേറ്ററിൽ പോയി പൊളിച്ച് പണ്ടറക്കി വിടുന്നത്. നല്ല ആഘോഷമായിട്ട് ആര് കണ്ടിറങ്ങിയവരെല്ലാരും പറഞ്ഞു ഇത് എന്ത് പടമാണെന്ന് ചോദിച്ചു. പിന്നെ പെട്ടുപോയതാ പലരും. ചിലപ്പോ ആ പടം ചിലപ്പോ ദിലീപടം ചെയ്താലും നോടി ക്ലബിൽ കയറും. ദിലീപടം ചെയ്താലും അതും കാണുമായിരുന്നു ഇവിടെ. കണ്ടിട്ടങ്ങ് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ കമ്മ്യൂണിറ്റി ആയിട്ട് റിവ്യൂ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഈ ഇറങ്ങി വരുന്നവരൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് പറയണം എന്നുള്ള നോക്കിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കണ്ടിരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെ സെപ്പറേറ്റ് വിളിച്ചുകൊണ്ടുപോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും അലമ്പുന്നത്. ആൾക്കാർ ഇറങ്ങി പെട്ടു, എന്നിട്ട് തിരിച്ചിറങ്ങിട്ട് എൻഗേജിങ് അല്ല. അവര് ആ സമയത്ത് അവധി കണ്ടാന്ന് തോന്നുന്നു. എല്ലാരും തിയേറ്ററിൽ പോയി. അതിന് അവര് മാർക്കറ്റിംഗ് കൊള്ളാന്ന് അവര്. അത്രേ ഉള്ളൂ. പടം കൊള്ളത്തില്ല. അയ്യോ, ഞാനേ എന്തൊരു ഊളപ്പടമാണ് മലയാള സിനിമ നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇമാതിരി ഊളപ്പടം. അവരിത്ര ഓടിച്ച് ആൾക്കാരെ പിന്നെ ഒരിക്കലും പറ്റുന്നില്ലല്ലോ. താൻ ആലോചിക്കും, ചിലപ്പോ ഈ പുലിമുരുകനൊക്കെ ഭേദം വന്നിട്ടുണ്ടാവും ഓടിയൻ, അതിലും ഭേദമായിരിക്കും ചിലപ്പോ ഇത്. അതുകൊണ്ട് പൊട്ടുന്ന ഇപ്പൊ ഉള്ള പടമല്ല. അവന്മാരന്ന് ശരിക്കും നാട്ടുകാർക്ക് വെറുത്തു കയറിയോ. ഇതുവരെ ഇറങ്ങിയില്ല. അങ്ങനെ പിന്നെ ലൂസിഫർ ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. നരസിംഹം നടരാജാവൊക്കെ നരസിംഹം നടരാജാവൊക്കെ നാട്ടുരാജാവ് നിങ്ങോട്ട് നല്ല പടമാണോ? നരസിംഹം നല്ല പടമായിരുന്നു. എനിക്ക് തോന്നുന്നു പാട്ടിനിടെ വരെ അടിക്കുവോ അമ്മാവനെയൊക്കെ മോഹൻലാല്. താങ്കളൊക്കെത്തില്ലെങ്കിലും എന്ത് പാട്ടാണ് അതൊക്കെ. തന്തയുണ്ടോ തന്തയെന്നല്ലേ ഭാഗ്യത്തിന് തന്ത മരിച്ചായിട്ടല്ലേ പടത്തിൽ. അല്ല തിലകനല്ലേ, അയാൾ വേറെ വീട്ടിലാണ് ആ സമയത്ത്. എല്ലാം അടി കിട്ടിയാണ്. പിന്നെ ചില പാട്ടിനിടയൊക്കെ തിലകൻ വന്ന തിലകനെ തല്ലിയാണ്. അത് ഷാജി കൈലാസിന്റെ പടം. കിരീടം കുഴപ്പമില്ല. നല്ല പടം, നല്ല പടം, നല്ല സിനിമയാണ്. അങ്ങനൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഇത് അതിനപ്പുറത്തോട് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നാണോ നീ പറയുന്നത്? അപ്പൊ അതാ പറഞ്ഞ ഈ പറഞ്ഞ പോലെ കിരീടം ഓക്കെ പടന്നുള്ളൂ. സ്പടികം കൊള്ളാം. കിരീടം നല്ല പടമാണ്. എടോ പുള്ളിയുടെ കാലഘട്ടം വേറെയാണ്, വ്യത്യാസമുണ്ട്. ഇനി വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പുതിയ കാണിച്ചു